നേതാക്കളുടെ പ്രസംഗങ്ങൾ വളരെ കൂടുതൽ വികാരപരമായി വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. വിളിപ്പാടകലെ കാസർഗോഡ് നടന്ന ചേളാരി വിഭാഗം SYSന്റെ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ ആ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് നടത്തുന്ന പ്രസംഗം എന്താണ്? നിങ്ങൾ സമ്മേളനം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങളുടെയൊക്കെ നാടുകളിലെ പൗരാണിക പള്ളികളിലുള്ള ഏപ്പിക്കാരായ ആളുകളെ പിരിച്ചുവിടണമെന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സമസ്ത ഉണ്ടാകുന്നതിന്റെ, സംഘടന ഉണ്ടാകുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് പൗരാണിക മാതാപിതാക്കൾ ദീനീ ആചാരത്തിന് പടുത്തുയർത്തപ്പെട്ട പള്ളി, ആ പള്ളിയിൽ ഒരു മുദരിസ്, ആ മുദരിസിന്റെ ഗ്രൂപ്പ് ഏതാന്ന് ഇപ്പോഴും ആ നാട്ടുകാർക്ക് അറിയില്ല. അദ്ദേഹം തന്റെ പള്ളികളിൽ നിസ്കാരത്തിന് വന്ന് തന്റെ പിറകിൽ മഅ്മൂമായി നിൽക്കുന്ന മുസ്ലിമീങ്ങളെ ഒരുപോലെ കണ്ട് സമഭാവനയോട് അവർക്ക് നേതൃത്വം കൊടുക്കാൻ അയാളുടെ ഗ്രൂപ്പ് തേടിപ്പിടിച്ച് സമ്മേളനം കഴിഞ്ഞ് വന്നിട്ട് കുട്ടികൾ പറയാണ്, മോലിയാരൻ ഇവിടെ പറ്റൂല, പിരിച്ചുവിടണം. പ്രശ്നങ്ങളാകാണ്. ഈ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുയായികൾക്ക് ആഹ്വാനം നൽകാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ. എന്നതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു, മഹല്ല ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകുന്നു, ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും. കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ ആദ്യം AP വിഭാഗം ഒന്നിനും കൊള്ളാത്തോലാന്നുള്ള വികാരം കുത്തിവെക്കുക, എന്നിട്ട് ഓലെ പള്ളിക്ക പറ്റൂലെന്ന് വരുത്തി തീർക്കുക. ഏതാണ് പള്ളി? സ്വന്തം സംഘടനയുടെ പേരിൽ അവർ കാശ് ചെലവാക്കി ഉണ്ടാക്കിയ പള്ളിന്റെ വർത്താനല്ല ഈ പറയുന്നത്. സംഘടനകൾ ഉണ്ടാകുന്നതിന്റെയും മുമ്പുണ്ടാക്കിയ പള്ളികൾ. ആ പള്ളികളിൽ ആളുകൾ ഗ്രൂപ്പും രാഷ്ട്രീയവും നോക്കാതെ മതപരമായ യോഗ്യത നോക്കി നിശ്ചയിച്ച ഇമാമുമാർ, ആ ഇമാമുമാരെയാണ് ഒരു ഘട്ടത്തിൽ അനുയായികളോട് ചെന്നിട്ട് ആ ഇമാമുമാരെ പിരിച്ചുവിടാൻ നിങ്ങൾ ലഹളയുണ്ടാക്കണമെന്ന അർത്ഥത്തിൽ പ്രസംഗിക്കുന്നത്. നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ഇവിടെ വെച്ച് ഈ സമൂഹത്തിൽ സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുക. സ്വാഭാവികമായും 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം മാന്യമായ ഒരു മഹല്ലത്തിൽ നിഷ്പക്ഷമായി ജോലി ചെയ്ത ഒരു മുദരിസ് അല്ലെങ്കിൽ ഒരു ഖത്തീബ്, ഒരു ഇമാം, ആ ഇമാമിനെതിരെ ഗ്രൂപ്പ് തിരിച്ച് അകാരണമായി തങ്ങളുടെ പാർട്ടിയിൽ അയാൾ പെട്ടില്ല എന്ന ന്യായം പറഞ്ഞ് പിരിച്ചുവിടണമെന്ന് പൗരാണികരായി എല്ലാവരുമുള്ള ഒരു മഹല്ലിൽ ഒരു വിഭാഗം പ്രശ്നത്തിനിറങ്ങിയാൽ ആ പള്ളിയിൽ കലഹം വരികയാണ്, അടച്ചുപൂട്ടൽ വരികയാണ്, പ്രശ്നം വരികയാണ്. പള്ളിക്കകത്തും മതകേന്ദ്രങ്ങളിലും പ്രതിസന്ധി വരുന്ന രൂപമാണ്. ഇതൊക്കെ ഔദ്യോഗിക മതവേദികളിൽ ആയിരങ്ങളെ വിളിച്ചുകൂട്ടി അനുയായികൾക്ക് നൽകുന്ന തൊഗാഡിയൻ മെസ്സേജുകളാണ്. ഇനി നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, സമസ്ത പിളർന്നിട്ട് 10, 20, 30 കൊല്ലക്കാലമായി. ഈ കാലയളവിൽ സുന്നി യുവജന സംഘത്തിന്റെ പതാക നമ്മൾ പിടിക്കുന്നു, അത് അങ്ങാടികളിൽ നമ്മൾ നാട്ടുന്നു. നമ്മൾ കൊടി നാട്ടുന്നത് അവരുടെ ടെക്സ്റ്റൈൽസിൽ നിന്ന് കട്ടെടുത്ത് കൊണ്ടുവന്നിട്ടല്ല. നമ്മുടെ കാശുകൊണ്ട് നമ്മൾ ശീല വാങ്ങി, നമ്മുടെ കാശുകൊണ്ട് ടൈലറെ കൊണ്ട് കൊടിയടിപ്പിച്ച്, നമ്മുടെ വളപ്പിലെ വടിയൊടിച്ച് അതിൽ നമ്മൾ കൊടി കെട്ടാൻ. ഇയാൾ അനുയായികൾക്ക് പറയുന്ന നിർദ്ദേശം, ആ കൊടി നിങ്ങൾ നാട്ടുപോയിട്ട് അവരെയൊക്കെ പിടിച്ചു വാങ്ങണമെന്നാണ്. വാഗ്ദാനങ്ങളായ ഭാവിയിലെ പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു, ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ പരിശ്രമം മതകേന്ദ്രങ്ങളിലെ അടിത്തെരുവിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ കാശ് കൊടുത്തു വാങ്ങിയ ശീല കൊണ്ട് നമ്മളടിപ്പിച്ച കൊടി നമ്മളെ വടിമ കെട്ടുമ്പോ അത് പിടിച്ചു വാങ്ങാൻ വന്ന ആ കൊടിക്കാല് നാട്ടുകാർ തലമാറി ഉപയോഗിക്കുന്ന ഉറപ്പല്ലേ? അപ്പൊ തെരുവിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. ഇനി നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, ഇവിടെയാണ് സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ് നജീബ് മൗലവി പറയുന്നത്, 90 വയസ്സ് പ്രായമുള്ള സമസ്തക്ക് എങ്ങനെയാണ് 100 വയസ്സ് പ്രായമുള്ള പള്ളികളിലെ അവകാശം പറയാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 90-ാം ആണ്ടല്ലേ സമസ്തയുടെ ആഘോഷിച്ചത്? 90 ആണ്ട് കഴിഞ്ഞിട്ടുള്ള ഈ സമസ്തയ്ക്ക് എങ്ങനെയാണ് 100 വർഷങ്ങൾക്ക് മുൻപുള്ളതായ മഹല്ലിലെ പുരാതന പള്ളികൾ സമസ്തയുടെ പള്ളിയാകുന്നത്? ഇത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? AP ആകട്ടെ, EK ആവട്ടെ, ഏത് കോക്കയാവട്ടെ, ഏത് തരത്തിൽ വന്നാലും ശരി, ഈ തരത്തിലുള്ള സംഘടനകൾക്ക് എങ്ങനെയാണ് പുരാതനമായിട്ടുള്ള പള്ളികൾ അവരുടേതാകുന്നത്? ആകൂല. കാരണം ഉമ്മാനേക്കാളും പ്രായം മോനുണ്ടാവില്ലല്ലോ. ഇത് നേരത്തെ തന്നെ നമ്മുടെ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, തിരൂരങ്ങാടിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ പള്ളി, മമ്പുറം മക്കാമിന്റെ പുഴയോരത്തിന്റെ തൊട്ടുപ്പുറത്തുള്ള ആ പള്ളി ഇന്ന് സുന്ദരമായ പച്ചക്കുപ്പയോടെ പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട്.
ആ പള്ളി പുനർനിർമ്മിക്കുമ്പോൾ അവർ ആ നാട്ടുകാർ അതിനുവേണ്ടി പണം സ്വരൂപിച്ചു, അവരുടെ കാശുകൊണ്ട് പണം സ്വരൂപിച്ചു. ആ മഹല്ലുകളിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കുന്ന അനുയായികളുമുണ്ട്, കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്ന അനുയായികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ ഉദ്ഘാടന വേള രണ്ട് വിഭാഗത്തിന്റെയും സന്തോഷവേളയാകണം. ഒരു മഹല്ല് പള്ളി ഇത്ര സുന്ദരമായി നിർമ്മിച്ചിട്ട് അതിനുവേണ്ടി പണവും സമയവും ചെലവിട്ട മഹല്ലത്തിലെ ഒരു വിഭാഗം ആളുകൾ ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് വിഭാഗവും ബഹുമാനിക്കുന്ന നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ആ സമ്മേളനം പ്രൗഢമാകണമെന്ന് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുകയാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിനോട് ഡേറ്റ് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഹൈദരലി തങ്ങളിൽ നിന്ന് ഡേറ്റ് വാങ്ങൂ, ഞാൻ അതിലേക്ക് എന്റെ ഡേറ്റ് അഡ്ജസ്റ്റ്മെന്റ് തരാം. അങ്ങനെ അവർ തങ്ങളെടുത്ത് പോയി. ആദ്യം തങ്ങൾ ഡേറ്റ് കൊടുത്തു. മഹാനായ കാന്തപുരം ഉസ്താദ് അതിന് ചേർത്തിക്കൊണ്ട് ഡേറ്റ് കൊടുക്കാൻ ആളുകൾ സന്തോഷിച്ചു. മഹാനായ ഹൈദരലി തങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഒരു വേദിയിൽ അണിനിരന്നാൽ ഈ ഉമ്മത്തിന് അതുകൊണ്ട് ഗുണമുണ്ട്. ആ ഗുണമാണ് മരണാസന്ന രോഗത്തിന്റെ വിഷമതകളുമായി കഴിഞ്ഞുകൂടുമ്പോഴും മംഗലാപുരത്ത് കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പാണക്കാട് നിന്ന് ഹൈദരലി തങ്ങളുടെ ജ്യേഷ്ഠനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്തുകൊണ്ട് മംഗലാപുരത്തെ പള്ളി ഉദ്ഘാടനത്തിനെത്തിയത്. ആ ഒരു മാതൃകയാണ് ഇപ്പോഴും നമ്മൾ ഈ രാജ്യത്തെ മുസ്ലിം നേതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, ആ സമ്മേളന ദിവസം ആ മഹല്ലത്തിലെ അദ്ദേഹത്തിന്റെ അനുയായികളെ വേദനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ പള്ളിയിലേക്ക് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? കാന്തപുരം ഉസ്താദുണ്ട് എന്നതുകൊണ്ട്. എന്നാൽ അതേ തങ്ങൾ പാപ്പ സുന്നികളല്ലാത്ത മുജാഹിദുകളെടുത്തു പോകുന്നു. ഇതിൽ നമ്മൾ ആരും ഒരു വിമർശനവും കാണുന്നില്ല. സുഹൃത്തുക്കളെ, ആ പള്ളി ഉദ്ഘാടനത്തിൽ വെച്ചുകൊണ്ട് ആ പാണക്കാട് തങ്ങൾ വന്നില്ല എന്ന് മാത്രമല്ല, ഉത്തരവാദപ്പെട്ട അധികാരികളുടെ മുന്നിൽ അവർ കൊണ്ടുപോയി കൊടുത്ത ഒരു പരാതിയുണ്ട്. എന്താണത്? തിരൂരങ്ങാടിയിലെ പൗരപ്രമുഖരും കോൺഗ്രസ് നേതാവും നമ്മുടെ സഹകാരിയുമായ എം കുഞ്ഞമ്മദാജി തിരൂരങ്ങാടി പള്ളി പിടിച്ചെടുത്തു എന്നാണ് നിയമപാലകരോടും ഗവൺമെന്റിനോടും അവർ പറഞ്ഞ ആ പരാതി. അതിന് കാന്തപുരം ഉസ്താദ് മറുപടി നൽകിയ കാലത്ത് അന്നു തന്നെ പറഞ്ഞു, 400 കൊല്ലം പഴക്കമുള്ള തിരൂരങ്ങാടി പള്ളിയുടെ അധികാരികൾ നിങ്ങളാണ് എന്ന് എങ്ങനെയാണ് പറയാ? ഇതാരുടേതുമല്ല, ഇത് നമുക്ക് ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന നിലപാടിലാണ് ഇപ്രസ്ഥാനമുള്ളത്. ആ ഒരു വിശാല മനസ്സിലേക്ക് സങ്കുചിതത്വത്തിൽ നിന്ന് മറുഭാഗം തിരിച്ചു വന്നാൽ പള്ളികളിലെ പ്രശ്നം നമ്മിൽ നിന്ന് ഇല്ലാതെയാവുകയാണ്. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗം പിടിച്ചെടുത്തു. ഞാൻ ഈ ജനങ്ങളെ മുമ്പിൽ വെച്ചത് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്ത ഒരൊറ്റ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? തിരൂരങ്ങാടി പള്ളി ഞങ്ങളെ പിടിച്ചെടുത്തത് അത് സമത്തന്റെ പള്ളിയാണ്. സമത്തനായിട്ട് 100 കൊല്ലം ആകുന്നേ ഉള്ളൂ. തിരൂരങ്ങാടി പള്ളികളായിട്ട് 400 കൊല്ലായി. അതിന് സമത്തന്റെ പള്ളിയാണ്. അതെങ്ങനെ സമത്തന്റെ പള്ളിയാണ്? അതുപോലെ 100, 200, 300, 400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ അതൊക്കെ സമത്തന്റെ പള്ളിയാണ്. സമത്താരാണെന്ന് തീരുമാനിച്ചിട്ടില്ല, അത് വേറെ വിഷയം. ഇന്നുവരെ തീരുമാനിച്ചില്ല. എന്നാൽ ഏത് സമത്തായാലും ശരി, 400 കൊല്ലം പഴക്കമുള്ള പള്ളി എങ്ങനെയാ 100 കൊല്ലം പഴക്കമുള്ള സമത്തുണ്ടാക്കിയതാവര്? എന്നിട്ട് കുഞ്ഞമ്മരാജ് ഒടിച്ചെടുത്തു തിരുവങ്ങാടി പള്ളിന്നാ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവച്ചപ്പോ മെമ്മോറാണ്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ട് കൊടുക്കുക. ഇവിടെ സുന്നികള് ഉണ്ടാക്കിയ പള്ളികൾ, സമത്തല്ല പള്ളികളൊക്കെ പിടിച്ചെടുത്തു. അതിന് ഉദാഹരണം തിരൂരങ്ങാടി ജുമാഅത്ത് പള്ളി. എത്ര കൊല്ലായി തിരുവങ്ങാടി ജുമാഅത്ത് പള്ളികളാക്കിയിട്ട്? 1300 കൊല്ലം പഴക്കമുള്ള പള്ളി. അത് സമത്തന്റെ ചേളാരി സമത്തന്റെ പള്ളിയാന്ന് പറഞ്ഞാല് എവിടെ നടക്കുക? ഇത് എവിടെ നടക്കല്? എന്നിട്ട് പുറത്തോരെ പടായി വിടുകയാണ്. ഞങ്ങളെങ്ങാനും ഒന്ന് ഇറങ്ങിയാൽ ഇവിടെ ലോകത്താകട്ടിയാവും. അങ്ങനത്തെ ചിത്രത കൊണ്ടല്ല, അങ്ങനത്തെ ഭീം വളക്കൽ കൊണ്ടല്ല, പേടിപ്പിക്കൽ കൊണ്ടല്ല ഇവിടെ ദീൻ പ്രചരിപ്പിക്കേണ്ടത്. കണ്ടോ എത്ര സമാധാനപരമായ നിലക്ക്
ഇവിടെ സ്റ്റേജ് മുഴുവനും അഹ്ലുബൈത്തും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും സദസ്സിന് മുഴുവനും ആലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും വളരെ അച്ചടക്കത്തോടുകൂടെ വളരെ സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. ഈ ജനങ്ങൾ SYFന്റെ 60ാം വാർഷിക സമ്മേളനം കണ്ടില്ലേ? എത്ര ഏക്കർ സ്ഥലത്ത് അവിടെ ജനങ്ങൾ ഒരുമിച്ചുകൂടി ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ മറ്റേ അറ്റത്ത് എത്തുകയില്ലെന്ന് പറയുന്നത് പരിപൂർണമായി സാക്ഷാത്കരിച്ചുകൊണ്ട്. സുഹൃത്തുക്കളെ, കാസർഗോഡ് മറുഭാഗം നടത്തിയ SYS സമ്മേളനം പോലെ നമ്മൾ മലപ്പുറത്തൊരു സമ്മേളനം നടത്തി, ലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി. പക്ഷേ ആ സമ്മേളനത്തിൽ ആദർശപ്പൊരുത്തമുള്ള മറുഭാഗത്തിനെതിരെ കൊലവിളി ഉണ്ടായില്ല, പിണ്ടം വെക്കലിന്റെ ആഹ്വാനങ്ങൾ ഉണ്ടായില്ല, പിടിച്ചെടുക്കലിന്റെ ആക്രോശങ്ങൾ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്ക്, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ രൂക്ഷമായി പ്രശ്നം നടക്കുന്ന ഒരു പള്ളിയാണ് പള്ളിക്കൽ ബസാർ പള്ളി. ആ പള്ളി വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. സമസ്ത പിളർന്നിട്ട് 10-30 കൊല്ലമായി. എന്തുകൊണ്ട് ആ പള്ളിയിൽ ഇതുവരെ അടിയും പിടിയും ഉണ്ടായില്ല? ഇത്രയും കാലം ഇത്തരം രൂക്ഷമായ നേതൃത്വങ്ങളിൽ ആഹ്വാനങ്ങൾ വന്നില്ല. എന്നാൽ അവിടെ 10 വിഭാഗം ആളുകൾ, നമ്മൾ 10ഉം അവര് 10ഉമായി കൊല്ലങ്ങളോളം മഹല്ല് കമ്മിറ്റി ഭരിച്ചു. ഓരോ കൊല്ലത്തിലും അർഹരായ ഇമാമിങ്ങളുടെ മതയോഗ്യത നോക്കി ഇമാമായി നിശ്ചയിച്ചു. ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇത്തരം സമ്മേളനങ്ങളിലെ ആഹ്വാനങ്ങളിൽ നിന്ന് പ്രചോദിതരായി ഒരു സുപ്രഭാതത്തിൽ ആ മഹല്ലിലെ EK വിഭാഗം പറഞ്ഞത്, നിങ്ങളുമായി ഞങ്ങൾ ഭരിക്കാനില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു പോകാൻ. AP വിഭാഗത്തിന് ഈ പള്ളിയിൽ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പള്ളിയിൽ നിന്ന് അവർ രാജിവെച്ചുപോയി. അവർ സ്വന്തമായി ആ പള്ളി പിടിച്ചടക്കാൻ ഒരുങ്ങുകയാണ്. അതേ സമയത്ത് സുഹൃത്തുക്കളെ, അവർ മാത്രമായി ഏകപക്ഷീയമായി ആ പള്ളി കൈകാര്യം ചെയ്താൽ പിന്നെന്ത് സംഭവിക്കും? ആ പള്ളിയുടെ തുടക്കം മുതലുള്ള ഭൂമിയടക്കം വഖഫ് ചെയ്തത് അവിടെയുള്ള AP വിഭാഗമാണ്. അവർക്ക് പിന്നെ ആ പള്ളിയിൽ ഒരു സുജൂദ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും. അതാണ് നമ്മുടെ വേദന. മാത്രമല്ല, പള്ളിക്കൽ ബസാർ പള്ളിയുടെ പ്രശ്നത്തിന്റെ തൊട്ടുമുമ്പ് മറ്റൊരു സ്ഥലത്ത് പ്രശ്നം വന്നപ്പോ അവിടെയുള്ള ഏതാനും ചെറുപ്പക്കാർ APEK വിഭാഗത്തിന്റെ അടുത്ത് പോകാതെ ഈ നജീബോലെ അടുത്ത് പോയി. മൂപ്പരോട് അതൊന്ന് പരിഹരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാര്, ആരിലും പെടാത്ത നിഷ്പക്ഷമതികളായ ചെറുപ്പക്കാര് പള്ളി ഭരിക്കാമെന്ന് തീരുമാനിച്ചു പോന്നതാണ്. പള്ളിക്കൽ ബസാറിൽ പ്രശ്നം വന്നപ്പോ ചേളാരിയിലുള്ള സമസ്ത ഓഫീസിൽ നിന്ന് ആ മഹല്ലത്തിലേക്കും ഓർഡർ വരികയാണ്, നിങ്ങൾ ആ മസ്ലഹത്തനുസരിച്ച് പ്രവർത്തിക്കണ്ട, പള്ളിക്കൽ ബസാറിലെ പ്രശ്നം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നാണ്. ചെനക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ പൗരാണിക മാതാപിതാക്കൾ സുജൂദ് ചെയ്യാണ്ടാക്കിയ പള്ളി തുറന്ന് നിസ്കാരം തുടങ്ങാൻ അതുമായി ഒരു ബന്ധവുമില്ലാത്ത ചേളാരിയിലെ ഒരു മതസംഘടനയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഈ സമുദായത്തിലെ വിഭാഗീയതകൾ കാക്കം കൂട്ടും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ അടുത്തുള്ള കൊണ്ടോട്ടി മേഖലയിൽ മാത്രം 2 പള്ളികൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ഒരു മഹല്ല് പള്ളി ചാമപ്പറമ്പ്. ഈ ചാമപ്പറമ്പ് ഞാനവിടെ പോയി സംസാരിച്ചതാണ്. ഇരു കൂട്ടരുടെയും ഇടയിലുണ്ടായ പ്രശ്നങ്ങളിൽ മനം നൊന്ത് പള്ളി പൂട്ടിയതിൽ വേദനിച്ച ചെറുപ്പക്കാരായ ഒരു കൂട്ടം ആളുകൾ വന്ന് നാടിന്റെ വിഷയവും പ്രയാസവും പറഞ്ഞപ്പോ ആ പ്രയാസപ്പെടുന്ന മുഖ്യരുടെ കാര്യവും ഉദ്ദേശശുദ്ധിയും ബോധ്യപ്പെട്ടപ്പോ ചാമപ്പറമ്പിൽ പോയി ഞാൻ സംസാരിക്കുകയും നല്ല നിലയിൽ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ വേണ്ടി ആ 2 കൂട്ടരും ഈ മുന്നിട്ടിറങ്ങിയ കുട്ടികൾ ഭരിക്കട്ടെ, ചെറുപ്പക്കാർ ഭരിക്കട്ടെ എന്ന നിഗമനത്തിലും തീരുമാനത്തിലും ഏറെക്കുറെ ചർച്ചയെത്തിയതുമാണ്. അപ്പോഴേക്കതാ കൊണ്ടോട്ടിക്ക് സമീപത്തുള്ള പള്ളിക്കൽ ബസാർ എന്ന നഗരത്തിൽ അങ്ങാടിയിൽ തന്നെയുള്ള പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിയും പിടിയും ഉണ്ടായിട്ട് ആ അടിയും പിടിയും നടന്ന ആ സമയം നോക്കിയിട്ട് അധികൃതർ പള്ളി കൂട്ടിയ വാർത്ത വളരെ ഗൗരവതരമായി വന്നു. എന്താണ് കാരണം? അതുവരെ 2 വിഭാഗത്തിലെയും 10 ആളുകൾ വീതം ഐക്യത്തോടെ ഭരിച്ച് നല്ല നിലക്ക് പോയ മഹല്ലത്തിൽ ഒരു ഘട്ടത്തിൽ ഈക്കക്കാര് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഭരിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾക്ക് സ്വന്തം കിട്ടണം. പിണ്ടം വെക്കാൻ പഠിപ്പിച്ച നേതാക്കളുടെ വാചകങ്ങളാണ് ഇതിന് പ്രചോദനം. ആശുപത്രിയിലായി, ജനങ്ങൾ പ്രശ്നത്തിലായി, കുഴപ്പത്തിലായി, പള്ളി ഉന്നതാധികാരികൾ പൂട്ടലാണ് ചിലർക്ക് ആവശ്യം. ഈ രീതിയിൽ അങ്ങനെ പള്ളി പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആ
പള്ളി പൂട്ടം നടന്നതിന് ശേഷം അത്യാവശ്യം രമ്പതയിൽ വന്ന ചാമപ്പറമ്പുകാരിൽ പിന്നെ പറയുന്നത് അവിടുത്തെ പ്രശ്നം തീരട്ടെ, ഇനി സമസ്ത ഇടപെട്ടെങ്കിലേ ഇവിടെ പ്രശ്നത്തിലുള്ളൂ, നിങ്ങൾ ഭരിക്കാനൊന്നും നിൽക്കണ്ട, അപ്പൊ ആ വിഷയത്തിൽക്കൊന്നും ഇറങ്ങണ്ട, ഇനി സമസ്ത കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ട് വേണമെന്നാണ്. അതെ, ചാമപ്പറമ്പ് മഹല്ല് നിവാസികളുടെ പള്ളി തുറക്കാൻ, ചാമപ്പറമ്പ് നിവാസികളുടെ പള്ളി മഹല്ലിൽ അവരുടെ ജുമാക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പരിശുദ്ധമായ മഹാന്മാര് വഖഫ് ചെയ്ത സ്ഥലത്ത് ഉണ്ടാക്കപ്പെട്ട പള്ളി തുറന്ന് അവിടെ മയ്യത്ത് നിസ്കരിക്കാനും ജുമാ നടത്താനും സമസ്ത ഓഫീസിൽ ഇടപെട്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുന്ന പരിതാവസ്ഥയിലേക്ക് വന്നാൽ ഇതിനർത്ഥം എന്താണ്? സമുദായത്തിൽ പ്രശ്നങ്ങൾ തീരൂല എന്നാണ്. ഈ രൂക്ഷമായ പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ പള്ളി പൂട്ടപ്പെടാനൊക്കെയുള്ള കാരണം അതാണ്. സഹോദരന്മാരെ, നമ്മുടെ നേതൃത്വം സമവായനയുടെയും സമന്വയത്തിന്റെയും സന്ദേശങ്ങൾ അനുയായികളിലേക്ക് കൊടുക്കാൻ തെരുവുകളിൽ മുഴുവനും നമ്മുടെ നേതാക്കളെ തെറി പറയുമ്പോഴും നമ്മുടെ സംഘടന നോ വേണ്ടെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ. എന്നാൽ മറുഭാഗം ഓരോ സന്ദർഭങ്ങളും എങ്ങനെയൊക്കെ AP വിഭാഗത്തിൽ